2 ഓഫ് യൂണിറ്റ് 1. കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ് വരാൻ പോകുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാം. എന്നാലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വർക്ക് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണയായി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഫസ്റ്റ് വൺ ആണ് കീബോർഡും പിന്നെ മൗസും. അപ്പം അത് പ്രത്യേകം പറയേണ്ടാത്തതുകൊണ്ട് ഒരുമിച്ച് പറയാം. അപ്പൊ അക്ഷരങ്ങളും അക്കങ്ങളും നൽകാൻ കീബോർഡ് ഉപയോഗിക്കുന്നു. പിന്നെ സ്ക്രീനിൽ കഴ്സറിന്റെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനും നീക്കാനുമാണ് മൗസ് സഹായിക്കുന്നത്. കഴ്സർ മീൻസ് ഒരു ബ്ലിങ്ക് ചെയ്ത ഒരു പോയിന്റ് വരില്ല, അതാണ് കഴ്സർ എന്ന് പറയുന്നത്. ദെൻ ജോയ്സ്റ്റിക് ആൻഡ് ട്രാക്ക് ബോൾ. ജോയ്സ്റ്റിക് എന്താണ്? ഒരു ബേസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ ലിവർ, ഒരു സ്റ്റിക്ക് ഇതിലുണ്ട്. അപ്പൊ ഇത് എന്താണ്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പിന്നെ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നീക്കാൻ സാധിക്കും. ഈ ഒരു മൂവ്മെന്റിനനുസരിച്ച് സ്ക്രീനിലെ കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ് ജോയ്സ്റ്റിക്ക്. ദെൻ ട്രാക്ക് ബോൾ ആണെങ്കിൽ നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് ഏത് ദിശയിലേക്കും കറക്കാൻ കഴിയുന്ന ഒരു ബോൾ ഇതിലുണ്ട്. ഇത് കഴ്സറിനെ ചലിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ രണ്ട് ഉപകരണങ്ങളിലും അതിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ ദിശയും പിന്നെ അതിന്റെ വ്യാപ്തിയൊക്കെ അളക്കാൻ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വേണമാണ് ഡേറ്റ ഗ്ലോവ്. ഡേറ്റ ഗ്ലോവ് നമ്മുടെ ഹാൻഡിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുന്ന സെൻസേഴ്സ് അതിനകത്തുണ്ട്, അതാണ് ഡേറ്റ ഗ്ലോവ് എന്ന് പറയുന്നത്. ദെൻ ഡിജിറ്റൈസറും ഇമേജ് സ്കാനറും എന്താണ്? ഡിജിറ്റൈസർ എന്ന് വെച്ചാൽ ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും അല്ലെങ്കിൽ വസ്തുക്കളുടെ കോർഡിനേറ്റ്സിന്റെ സ്ഥാനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനും ആയിട്ടാണ് ഡിജിറ്റൈസർ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ടാണ് ഗ്രാഫിക്സ് ടാബ്ലറ്റ്. ദെൻ ഇമേജ് സ്കാനർ ആണ് ഡ്രോയിങ്ങുകൾ, ഗ്രാഫുകൾ, ഫോട്ടോകൾ എന്നിവയൊക്കെ ശേഖരിക്കാനും പ്രോസസ് ചെയ്യാനുമായിട്ടാണ് ഇമേജ് സ്കാനർ ഉപയോഗിക്കുന്നത്, സ്കാൻ ചെയ്ത് വെക്കാൻ. പിന്നെ ചിത്രം റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും സ്കാനറുകൾ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റുപകരണങ്ങളാണ് ടച്ച് പാനൽ, ദെൻ ലൈറ്റ് പെന്ന്, സ്പീച്ച് റെക്കഗ്നീഷൻ സിസ്റ്റം. ഇതൊക്കെ മറ്റുപകരണങ്ങളാണ്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിലെ ഉപകരണങ്ങളാണ്. നെക്സ്റ്റ് വണ്ണാണ് ഹാർഡ് കോപ്പി ഡിവൈസസ്. അതായത് പേപ്പറിലോ ഫോട്ടോഗ്രാഫിക് ഫിലിമിലോ ചിത്രങ്ങൾ എടുക്കാൻ നമ്മൾ ഹാർഡ് കോപ്പി ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് പ്രിന്ററും പ്ലോട്ടറും ഒക്കെ. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഫ്രെയിം ബഫറിൽ നിന്നുള്ള വിവരങ്ങൾ ഓരോ ഡോട്ട് ബൈ ഡോട്ടും കടലാസിലേക്ക് മാറ്റിയാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണമേന്മ അതിന്റെ പിക്സലുകളുടെ വലുപ്പത്തെയും 1 ഇഞ്ചിലുള്ള ആ പിക്സലുകളുടെ എണ്ണത്തെയും ആശ്രയിച്ചിരിക്കും. ആ പിക്സലിന്റെ എണ്ണത്തെ എന്നാണ് പറയുന്നത്? ഡോട്ട്സ് പെർ ഇഞ്ച് എന്നാണ് നമ്മൾ അളക്കുന്നത്. DPI, ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് ഇത് നമ്മൾ അളക്കുന്നത്. ദെൻ പ്രിന്ററുകള് നമ്മൾ 2 തരത്തിലുണ്ട്. ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകളും ഉണ്ട്, ദെൻ ലേസർ പ്രിന്ററുകളും ഉണ്ട്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് വെച്ചാൽ ഒരു ഇമ്പാക്ട് പ്രിന്റർ ആണ്, അതായത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉദാഹരണമാണ് ലേസർ പ്രിന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്നാൽ ഇതൊരു പഴയ മോഡലാണ്. ഏകദേശം 70 DPI. DPI എന്ന് വെച്ചാൽ ഡോട്ട്സ് പെർ ഇഞ്ചാണ് DPI. ഒരു 70 DPI ആണ് ഇതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. പിന്നെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലൊക്കെ ഇത്തരം പ്രിന്ററുകൾ കാണാൻ സാധിക്കും ഇപ്പോഴും. പിന്നെ ലേസർ പ്രിന്ററുകൾ എന്ന് വെച്ചാൽ ഇവയ്ക്ക് 600-ൽ അധികം, ഒരു 600 above DPI നൽകാൻ സാധിക്കും. അതിനാൽ ഉയർന്ന ഗുണമേന്മയുള്ള ചിത്രങ്ങൾ തന്നെ ലഭിക്കുന്നത്. അപ്പൊ ഒരു ലേസർ ബീം ഉപയോഗിച്ചാണ് ഇതിൽ വിവരങ്ങൾ ഡ്രമ്മിലേക്ക് പതിപ്പിക്കുന്നത്. അത് പിന്നീട് കടലാസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഡോട്ട് മെട്രിക് പ്രിന്ററിലാണെങ്കിൽ പിൻ സ്ട്രൈക്ക് റിബൺ, അതിങ്ങനെ ഒരു റിബൺ പോണക്കാണ്. അപ്പം ഓരോ പിൻസും വന്ന് ഇവിടെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്താണ് ഓരോ ഇതും അതില് പ്രിന്റ് ചെയ്ത് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡെയ്സി വീൽസ് ഒക്കെ. ദെൻ ലേസർ പ്രിന്ററിന് ഉദാഹരണമാണ് ഇങ്ക്ജെറ്റ്, തെർമല്, ഇലക്ട്രോസ്റ്റാറ്റിക് ഒക്കെ ഉള്ളത്. ഇങ്ക്ജെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇങ്ക് ഒഴിച്ചിട്ടാണ് അത് പ്രിന്റ് ചെയ്ത് വരുന്നത്. അത് ഹൈ ക്വാളിറ്റി പ്രിന്റർ ആണ്. ദെൻ നമുക്കിതിന്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ലേസർ പ്രിന്ററിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഹൈ ക്വാളിറ്റി ആണ്. ലേസർ പ്രിന്റേഴ്സ് ഹൈ ക്വാളിറ്റി ആണ്. അതായത് ലേസർ പ്രിന്ററുകൾക്ക് ഉയർന്ന DPI ഉള്ളതിനാല് അതിന്റെ ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകളെ അപേക്ഷിച്ച് വളരെ തെളിച്ചമുള്ള ചിത്രങ്ങൾ നൽകാൻ സാധിക്കും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്പീഡ് ആൻഡ് പ്രിസിഷനും, അതായത് വേഗതയും കൃത്യതയും. വേഗത്തിൽ ചലിക്കുന്ന ലേസർ ബീം ഉപയോഗിക്കുന്നതിനാൽ പ്രിന്റിങ്ങിൽ കൂടുതൽ കൃത്യതയും വേഗതയും ലേസർ പ്രിന്ററുകൾ ഉറപ്പാക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ലൈൻ ഡ്രോയിങ്സ്, അതായത് ചാർട്ട്, മാപ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് പെൻ പ്ലോട്ടേഴ്സും ഉണ്ട്, ഇങ്ക്ജെറ്റ് പ്ലോട്ടേഴ്സ് ഉണ്ട്. പെൻ പ്ലോട്ടേഴ്സ് ആണെങ്കിൽ
യൂസ് പെൻസ് ടു ഡ്രോ ഓൺ പേപ്പർ. പേപ്പറിൽ പെൻസ് ഉപയോഗിച്ചിട്ടാണ് ഡ്രോ ചെയ്തത്. ഇങ്ക്ജെറ്റ് പ്ലോട്ടർ ആണെങ്കിൽ ഇങ്ക് ഡ്രോപ്ലെറ്റ്സിനെ സ്പ്രേ ചെയ്തിട്ടാണ് ഇങ്ക്ജെറ്റ് പ്ലോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ മഷി പുരട്ടിയ ഒരു റിബണിലെ പിൻസ് ഉപയോഗിച്ച് ഇമ്പാക്ട് ചെയ്താണ് അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രധാനമായും ടെക്സ്റ്റ് പ്രിന്റിങ്ങിൽ ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ ചെറിയ നോസിലുകൾ വഴിയിട്ട് മഷി പേപ്പറിലേക്ക് സ്പ്രേ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളും കളറുകളും ഒക്കെ നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഡോട്ട് മാട്രിക്സ് പ്രിന്ററിന്റെ പ്രവർത്തന രീതി പറയുവാണെങ്കിൽ ഒരു ഇമ്പാക്ട് പ്രിന്റർ ആയതുകൊണ്ട് തന്നെ പ്രിന്റ് ഹെഡിലെ ചെറിയ പിന്നുകൾ മഷി പുരട്ടിയ റിബണിൽ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്ത് അമർത്തി പേപ്പറിൽ ഡോട്ടുകളായ അക്ഷരങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശബ്ദം കൂടുതലാണ് ഇതിന്. അത് മെയിൻ്റനൻസ് ചെലവ് കുറവാണ്. ശബ്ദം കൂടുതലാണ്, പക്ഷെ മെയിൻ്റനൻസ് ചെലവ് കുറവാണ്. അതിന്റെ ഉപയോഗം മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ബാങ്കില്, റെയിൽവേ സ്റ്റേഷൻ, ടിക്കറ്റ് കൗണ്ടറുകളില്, അതായത് കാർബൺ കോപ്പികൾ ആവശ്യമുള്ള ഇടങ്ങളിലാണ് ഈ ഒരു പ്രിന്ററിന്റെ ഉപയോഗം. കാർബൺ കോപ്പി വേണ്ട ഇടത്തൊക്കെയാണ് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. then ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണെങ്കിൽ ഇത് പേപ്പറിലേക്ക് ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഇങ്കിനെ ചെറിയ തുള്ളികളായിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത്. അപ്പൊ ഇതിനെന്താണ്, ശബ്ദം കുറവാണ്, ലോ സൗണ്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് സൗണ്ട് ലോ ആണ്. ദെൻ അതിന്റെ കളർ ഇമേജസിന്റെ മികച്ച നിലവാരത്തിലുള്ള പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് തന്നെ നമുക്ക് വീടുകൾ, ഓഫീസുകൾ, ഫോട്ടോ പ്രിന്റിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ഡോട്ട് മാട്രിക്സ് കുറഞ്ഞ നിലവാരമുള്ള പ്രിന്റിങ്ങിലും ഇങ്ക്ജെറ്റ് ഉയർന്ന നിലവാരം പ്രിന്റിങ്ങിലുമാണ് നൽകുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ വേഗതയേറിയതാണ്, എന്നാൽ ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ വേഗത കുറഞ്ഞതാണ്. ഇതൊക്കെയാണ്. നമ്മൾ പ്ലോട്ടറിന്റെ കാര്യം പറഞ്ഞപ്പം ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, ആർക്കിടെക്ചറൽ ബ്ലൂ പ്രിന്റുകൾ, പിന്നെ ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവയെ പോലുള്ള ഉയർന്ന നിലവാരമുള്ളതും പിന്നെ വലിയ തോതിലുള്ളതുമായ ചിത്രങ്ങൾ, അതിന്റെ രൂപരേഖകളൊക്കെ അച്ചടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പ്രിന്ററാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. സാധാരണ പ്രിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പേപ്പറിൽ വെക്ടർ ഗ്രാഫിക്സ് നേരിട്ട് വരയ്ക്കുവാണ് ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തന രീതി പറയുവാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് ഓട്ടോമേറ്റഡ് പെൻസോ അല്ലെങ്കിൽ ബ്ലേഡ്സോ ഉപയോഗിച്ച് പേപ്പറിൽ വരകൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽ മുറിക്കുകയോ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണ്? പ്രധാനമായിട്ടും ബ്ലൂ പ്രിന്റുകളൊക്കെ ഉപയോഗിക്കാൻ, പിന്നെ മാപ്പുകള്, ദെൻ വലിയ ബാനറുകള്, പിന്നെ വിനൈൽ കട്ടിങ്, അപ്പൊ അങ്ങനെയുള്ളവയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലിയ ഫോർമാറ്റ് പ്രിന്റിങ്, അതായത് ലാർജ് ഫോർമാറ്റ് പ്രിന്റിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഒരു പ്ലോട്ടർ എന്ന് പറയുന്നത്. സാധാരണ പ്രിന്ററുകൾ ടെക്സ്റ്റുകളും ചിത്രങ്ങളും ഡോട്ട് മാട്രിക്സ് രീതിയിൽ പ്രിന്റ് ചെയ്യുമ്പോൾ പ്ലോട്ടറുകൾ തുടർച്ചയായ കണ്ടിന്യൂസ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചിത്രം വരയ്ക്കുന്നത് അത് ഓർത്ത് വെച്ചേ, കണ്ടിന്യൂസ് ലൈൻസ് ഉപയോഗിച്ചിട്ട്. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മള് ചാപ്റ്ററിന്റെ എൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുവാണ്. ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച ആപ്ലിക്കേഷൻസ്, വൈഡ് യൂസേജ് ഇൻ CAD, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വിവിധ മേഖലകളിൽ വിപുലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസിലെ കെട്ടിടങ്ങൾ, ഓട്ടോമൊബൈൽ വിമാനങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യാൻ CAD ഉപയോഗിക്കുന്നു. ദെൻ കമ്പ്യൂട്ടർ ആർട്ട് ആണെങ്കിൽ മനോഹരമായ ചിത്രങ്ങളും പാറ്റേണുകളും ഡിസൈൻ ചെയ്യാൻ പ്രസന്റേഷൻ ഗ്രാഫിക്സിൽ, എന്റർടൈൻമെന്റിൽ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ റീഫ്രഷ് കാഥോഡ് റേ ട്യൂബ് നമ്മൾ പഠിച്ചു. ഡിസ്പ്ലേ ടെക്ക്. അപ്പൊ ഒരു മോണിറ്ററിന്റെ പ്രധാന ഭാഗമായ റീഫ്രഷ് കാഥോഡ് റേ ട്യൂബിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രോൺ ബീം ഫോക്കസിൽ സിസ്റ്റത്തിലൂടെയും പിന്നെ അതിന്റെ ആ ഒരു മാഗ്നറ്റിക് കോയിലിന്റെ അതിലൂടെയും കടന്നുപോയി ഫോസ്ഫർ കോട്ടിംഗ് ഉള്ള സ്ക്രീനിൽ പതിച്ചിട്ടാണ് പ്രകാശം ഉണ്ടാക്കുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു. എന്താണ് പെർസിസ്റ്റൻസ്, റീഫ്രഷ് റേറ്റ്, റെസൊല്യൂഷൻ, ആസ്പെക്ട് റേഷ്യോ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിട്രേസ്, ഇതൊക്കെ പറഞ്ഞു. ദെൻ കളർ മെത്തേഡ്സ്, ബീം പെനട്രേഷനും ഷാഡോ മാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാസ്റ്റർ സ്കാനും റാൻഡം സ്കാൻ ഡിസ്പ്ലേസും പറഞ്ഞു. റാൻഡം സ്കാനിനെ വെക്ടർ ഡിസ്പ്ലേ എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഇത് വരകൾ നേരിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. റാസ്റ്റർ സ്കാനിനാണെങ്കിൽ
ചിത്രങ്ങൾ ഓരോ ലൈൻ ബൈ ലൈൻ സ്കാൻ ലൈൻ ആയിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. ദെൻ കളർ CRT മോണിറ്റേഴ്സ് ബീം പെനട്രേഷനും ഷാഡോ മാസ്കും. ബീം പെനട്രേഷനിലാണെങ്കിൽ ഇലക്ട്രോൺ ബീം തുളച്ചു കയറുന്നതിന്റെ വേഗത അനുസരിച്ചാണ് 4 നിറങ്ങൾ കാണിക്കുന്നത്. ദെൻ ഷാഡോ മാസ്കിലാണെങ്കിൽ 3 ഫോസ്ഫർ ഡോട്ടുകൾ, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ 3 ഇലക്ട്രോൺ ഗണ്ണുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇൻപുട്ട് ഹാർഡ് കോപ്പി ഡിവൈസസിനകത്ത് ഇൻപുട്ട് ഉപകരണങ്ങൾ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, ഡിജിറ്റൈസർ, സ്കാനർ എന്നിവയൊക്കെയാണ്. ദെൻ ഹാർഡ് കോപ്പി ഉപകരണങ്ങളാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലേസർ പ്രിന്റർ എന്നിവയൊക്കെ. ഇതെത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കി. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ടേം എക്സാമിനേഷൻ ജൂൺ 2023 ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ 3 ഡിഫറെന്റ് ക്ലാസ് സിസ്റ്റം വിത്ത് റെസൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. Then what size frame buffer is kilobyte is needed for each of the systems to store 24 bits per pixels? How long would it take to load a 1280 into 1024 frame buffer in the same system if 104 bits can be transferred per second? എന്താണ് ചോദിച്ചേക്കുന്നത്? ഇതിലെ വിഷയം എന്താണ്? റെസൊല്യൂഷനും ഫ്രെയിം ബഫറുമാണ് വിഷയം. ചോദ്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 3 വ്യത്യസ്ത രാഷ്ട്ര സിസ്റ്റങ്ങളുടെ റെസൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. 3 രാഷ്ട്ര സിസ്റ്റത്തിന്റെ റെസൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. ദെൻ ഓരോ സിസ്റ്റത്തിലും ഓരോ പിക്സലിലും 24 ബിറ്റുകൾ വീതം ശേഖരിക്കാൻ എത്ര കിലോബൈറ്റ് ഫ്രെയിം ബഫർ ആവശ്യമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. കൂടാതെ സെക്കൻഡിൽ 10⁴ ബിറ്റുകൾ കൈമാറാൻ കഴിയുമെങ്കിൽ ഒരു ഫ്രെയിം ബഫർ ലോഡ് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യം നമുക്ക് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം 3 വ്യത്യസ്ത റെസൊല്യൂഷൻ തന്നിട്ടുണ്ടല്ലോ. 640 × 480 ഉണ്ട്. ദെൻ 1280 × 1024. ദെൻ 2560 × 2048. ദെൻ ഓരോ പിക്സലിന് ആവശ്യമായ ബിറ്റുകൾ, അതായത് ബിറ്റ്സ് പെർ പിക്സൽ എന്ന് പറയുന്നത് 24 ബിറ്റ്സ് ആണ്. ഓരോ സിസ്റ്റത്തിന് ആവശ്യമായ ഫ്രെയിം ബഫർ ആണ് കാണുന്നത്. ഒരു ഫ്രെയിം ബഫറിന്റെ വലുപ്പം കാണാന് റെസൊല്യൂഷനെ ഓരോ പിക്സലിനും വേണ്ട ബിറ്റുകൾ കൊണ്ട് ഗുണിക്കണം. പിന്നീട് അതിനെ ബൈറ്റുകളിലേക്കും കിലോ ബൈറ്റിലേക്കും മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ സിസ്റ്റം 1 നോക്കാം. 1, 2, 3 ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്. സിസ്റ്റം 1 ആണെങ്കിൽ നോക്കാം, ആകെ പിക്സലുകള് എത്രയുണ്ട്? 640 × 480 which is equal to 30722 200 അല്ലെ, ഓമയാണ്. ദെൻ ആകെ ബിറ്റുകള് ടോട്ടൽ ബിറ്റ്സ് എത്രയുണ്ട്? ബിറ്റ്സ് ആണെങ്കിൽ ഇതിനെ 3072000 × 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 7372800 ബിറ്റ്സ് എന്ന് കിട്ടും. ദെൻ അതിന്റെ ആകെ ബൈറ്റുകള് ടോട്ടൽ ബൈറ്റ്സ് ആണിലേക്ക് മാറ്റണം. ടോട്ടൽ ബൈറ്റ്സിലേക്ക് മാറ്റുന്ന എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 8 കൊടുക്കുമ്പോഴാണ് ടോട്ടൽ ബൈറ്റ്സിലേക്ക് മാറ്റുന്നത്. അപ്പൊ എത്ര കിട്ടും? അപ്പം 9216000 ബൈറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ KB മാറ്റുമ്പോ ഡിവൈഡഡ് ബൈ 1024 ആണ് KB മാറ്റുന്നത്. ഡിവൈഡഡ് ബൈ 1024 ചെയ്യുമ്പം വിച്ച് ഇസ് ഈക്വൽ ടു 900 KB എന്നാണ് ആദ്യത്തേന് കിട്ടുന്നത്. ദെൻ ഈ സെയിം സ്റ്റെപ്പ് രണ്ടാമത്തെ സിസ്റ്റത്തിന് നോക്കുക. അപ്പൊ അത് KB എത്ര കിട്ടും? KB നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. KB അത് 3840 KB അല്ലെങ്കിൽ 3.75 MB ആയിട്ടാണ് കിട്ടുന്നത്. ഇതേ സെയിം സ്റ്റെപ്പ് നിങ്ങൾ മൾട്ടിപ്ലൈ ഡിവൈഡും ഒക്കെ ചെയ്ത് നോക്കുക. ദെൻ സിസ്റ്റം 3 ടോട്ടലി എത്ര കിട്ടും? എത്ര KB ആണ് കിട്ടുന്നത്? KB എന്ന് പറയുന്നത് 15360 KB which is equal to 50 MB ആണ് കിട്ടുന്നത്. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇനി നോക്കണം. ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ടൈം ടു ലോഡ് 1280 × 1024 ബഫർ ആണ്. നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ റേറ്റ് എത്രയാണ്? ട്രാൻസ്ഫർ റേറ്റ് 10⁴ ബിറ്റ്സ് പെർ സെക്കൻഡ്. ദെൻ സിസ്റ്റം 2 ആകെ ബിറ്റ്, സിസ്റ്റം 2 ആകെ ബിറ്റ് എത്രയാണ്? 31457280 ബിറ്റ്സ്.
നമ്മൾ കണക്ക് കൂട്ടുകയാണ്. ടൈം എന്താ? ടോട്ടൽ ബിറ്റ്സ് ബൈ ട്രാൻസ്ഫർ റേറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്. ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ബൈ ട്രാൻസ്ഫർ റേറ്റ്. So which is equal to 31457,280 divided by 10,000 which is equal to എത്ര കിട്ടും? which is equal to എഴുതുവാണേ 314.728 സെക്കൻഡിന് ആൻസർ കിട്ടും. അതായത് ഈ ബഫർ ലോഡ് ചെയ്യാൻ ഏകദേശം എത്ര മിനിറ്റ് വേണം? ഏകദേശം 552.4 മിനിറ്റ് എങ്കിലും വേണം. അത്ര സമയം എടുക്കും. ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് ചെയ്യുന്നത്. ഇനി ഇത് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2024 ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് പലതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് അറിഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബീം പെനട്രേഷൻ രീതിയിലുള്ള കളർ CRT മോണിറ്ററുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കളർ CRT മോണിറ്റേഴ്സ് വിത്ത് ബീം പെനട്രേഷൻ മെത്തേഡ് can produce picture only in 2 colors. 2 നിറങ്ങൾ മാത്രമേ ചിത്രങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയൂ. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? വേഗത കുറഞ്ഞ ബീം, അതായത് സ്ലോ ബീം ചുവന്ന ലെയറിനെ മാത്രം ആണ്, അത് റെഡ് ലെയറിനെ മാത്രമാണ് അത് ഉത്തേജിപ്പിക്കുകയും റെഡ് നിറമാണ് നൽകുകയും ചെയ്യുന്നത്. അപ്പം ഫാസ്റ്റ് ബീം 2 ലെയറിലൂടെ തുളച്ചു കയറിയിട്ട് ഗ്രീൻ നിറം നൽകും. അതിന്റെ ഒരു മീഡിയം റേഞ്ചിലുള്ളതാണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് ഈ ഒരു ബീം പെനട്രേഷൻ രീതിയാകെ ചുവപ്പ്, പച്ച, ഓറഞ്ച്, മഞ്ഞ എന്നീ 4 നിറങ്ങൾ നൽകും. ഓക്കെ, 4 കളേഴ്സ് നൽകുന്നുണ്ട്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ, ദെൻ ഓറഞ്ച്. ഇത്രയും കളേഴ്സ് നൽകും. Then next term examination June 2025 ചോദിച്ച true or false question ആണ്. The focus system in a CRT is needed to force the electron beam to converge into a small spot as it strike the phosphor. എന്താണ്? ഫോസ്ഫറിൽ പതിക്കുമ്പോൾ ഇലക്ട്രോൺ ബീമിനെ ഒരു ചെറിയ ഡോട്ടിലേക്ക് കേന്ദ്രീകരിച്ചാൽ, അത് കൺവെർജ് കേന്ദ്രീകരിച്ചാൽ CRTയിലെ ഫോക്കസ് സിസ്റ്റം ആവശ്യമാണ്. അങ്ങനെ അങ്ങനെ കൺവെർജ് ചെയ്യാൻ CRTയിലെ ഫോക്കസിംഗ് സിസ്റ്റം ആവശ്യമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്? ഇലക്ട്രോൺ ബീം സ്ക്രീനിൽ പതിക്കുമ്പോൾ ഏറ്റവും ചെറിയ ആ ഡോട്ട് കേന്ദ്രീകരിക്കാനാണ് ഫോക്കസ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ തന്നെ റാൻഡം സ്കാൻ ഡിസ്പ്ലേ ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ റിയലിസ്റ്റിക് പിക്ചേഴ്സ്. ആണോ? റിയലിസ്റ്റിക് പിക്ചേഴ്സ് വരയ്ക്കാൻ റാൻഡം സ്കാൻ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ഇത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം റാൻഡം സ്കാൻ ഡിസ്പ്ലേകള് ലൈൻ ഡ്രോയിങ്ങുകൾക്ക് അനുയോജ്യമാണെങ്കിലും ഒരു റിയലിസ്റ്റിക് സീൻ പ്രദർശിപ്പിക്കാൻ ഇവ ഉപയോഗപ്രദമല്ല. അതായത് ലൈൻ ഡ്രോയിങ്ങിന് what do you understand by the term persistence, refresh rate and resolution? ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. പെർസിസ്റ്റൻസ് എന്താണ്? സ്ക്രീനിന്റെ പ്രകാശം അല്ലെ, സ്ക്രീനിലെ പ്രകാശം അതിന്റെ പരമാവധി ഇന്റൻസിറ്റിയുടെ 1/10 ഭാഗമായി കുറയാൻ എടുക്കുന്ന സമയം. 1/10 ഭാഗമായിട്ട് കുറയാൻ എടുക്കുന്ന സമയമാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റീഫ്രഷ് റേറ്റ് എന്താണ്? ഒരു സെക്കൻഡില് സ്ക്രീൻ ഫ്രെയിം എത്ര തവണ റീഫ്രഷ് ചെയ്യുന്നു എന്നതിന്റെ നിരക്കാണ് റീഫ്രഷ് റേറ്റ്. സാധാരണയായിട്ട് ഒരു 30 to 60 ഹെർട്സ് ഒക്കെ ആയിരിക്കും വരിക. ദെൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഉപകരണത്തിന് ഒരേ സമയം കാണിക്കാൻ കഴിയുന്ന പിക്സലുകളുടെ എണ്ണമാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉദാഹരണത്തിന് 1024x768 എന്നൊക്കെ പറയില്ല, അതാണ് റെസൊല്യൂഷൻ. ഒരു സമയം കാണിക്കാൻ കഴിയുന്ന പിക്സലുകളുടെ ആകെ എണ്ണമാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2024 ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. വിഷയം എന്താണ്? ഷാഡോ മാസ്ക് സിസ്റ്റം ആണ് നമ്മുടെ വിഷയം. എന്താണ്? ഷാഡോ മാസ്ക് സിസ്റ്റങ്ങൾ കൂടുതലായും റാൻഡം സ്കാൻ സിസ്റ്റങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്? ഷാഡോ മാസ്ക് രീതി സാധാരണയായിട്ട് റാസ്റ്റർ സ്കാൻ സിസ്റ്റങ്ങളിലാണ്, റാൻഡമിലല്ല, റാസ്റ്റർ സ്കാൻ സിസ്റ്റംസിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ റാൻഡം സ്കാൻ സിസ്റ്റംസ് സാധാരണയായിട്ട് ലൈൻ ഡ്രോയിങ്ങുകൾക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെ. റാൻഡം സ്കാന് സാധാരണയായിട്ട് ലൈൻ ഡ്രോയിങ്ങുകൾക്കാണ്
ഉപയോഗിക്കുന്നത്. ഡിറ്റർമൈൻ ദ സൈസ് ഓഫ് ഫ്രെയിം ബഫർ. സൈസ് ഓഫ് ഫ്രെയിം ബഫർ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 640 ഇൻറ്റു 480 റെസൊല്യൂഷൻ ഉള്ള റാസർ സിസ്റ്റത്തില് ഓരോ പിക്സലിനും 12 ബിറ്റ് വീതം ശേഖരിക്കാൻ എത്ര ബൈറ്റ് ഫ്രെയിം ബഫർ ആവശ്യമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രെയിം ബഫർ കാണാനാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെയാണ് ആകെ പിക്സലുകൾ എന്ന് പറഞ്ഞാൽ. ആകെ പിക്സൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയുണ്ട്? പിക്സൽസ് എന്ന് പറഞ്ഞാല് 640 ഇൻറ്റു 480 പിക്സൽ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 307200 പിക്സൽസ് ഉണ്ട്. ദെൻ ആകെ ബിറ്റുകൾ, ടോട്ടൽ ബിറ്റ്സ് എന്ന് വെച്ചാൽ എത്രയുണ്ട്? ടോട്ടൽ ബിറ്റ്സ് അതിനെ ഇൻറ്റു 12 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 3686400 ബിറ്റ്സ്. ദെൻ അതിനെ ടോട്ടൽ ബൈറ്റ്സിലേക്ക് മാറ്റുക. ബൈറ്റ്സിലേക്ക് മാറ്റുമ്പോൾ മൾട്ടിപ്ലൈ ആണോ ഡിവൈഡ് ആണോ? അത് ഡിവൈഡഡ് ബൈ 8 ആണ്. സോ 46080 ബൈറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസോട് കൂടി ഈ ഒരു യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.